സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ കൃഷ് ആണെങ്കിൽ വരുൺ അയക്കുന്ന ആ ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കൃപമോളാണെങ്കിൽ വന്ന് നൈസായിട്ട് എന്താ ബ്രദർ വിഷമിച്ചിരിക്കുവാണല്ലോ, കാര്യം എന്താണെന്നൊക്കെ ചോദിച്ച് തമാശ മട്ടിന് ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് കൃഷ് ആണെങ്കിൽ ഒരല്പം ദേഷ്യത്തോടെ റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ സുജി വരുന്നുണ്ട്. സുജി ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പ്രശ്നം? നിൻ്റെ ഏട്ടനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? നിനക്കൊരല്പം കൂടുന്നുണ്ട്. നിൻ്റെ ഏട്ടൻ്റെ മുഖം മുഷിഞ്ഞിരിക്കുന്നത് പോലെ നീ മുഷിഞ്ഞ് നടക്കാൻ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ കൃപമോളാണെങ്കിൽ വലുതായിട്ട് ആ വിഷയം സംസാരിക്കുന്നില്ല. എന്നിട്ട് നേരെ സാഗറിനോട് പറയുന്നുണ്ട്, സാഗറെ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്, എന്താണെന്ന് അധികം താമസിക്കാതെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കാര്യം കൈവിട്ടു പോകും. ആണോ? അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നമ്മുടെ ബ്രദറിൻ്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഏത് ബ്രദറിൻ്റെ? കൃഷ് സാറിൻ്റെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ കൺമണിയാണെങ്കിൽ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുന്നുണ്ട്. കൺമണിയോട് അവോയ്ഡ് ചെയ്യുന്നത് പോലെ കൃഷി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ട് അവൾക്കാണെങ്കിൽ ആകെ നിരാശ വരുന്നുണ്ട്. ഗോകുലിനോടും അതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നു. അപ്പം കൺമണിയാണെങ്കിൽ കൃഷിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടിട്ട് മാനസ അവിടെ മറഞ്ഞു നിന്ന് എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നു. എന്ത് പറയുമായിരിക്കും? അപ്പം കൃഷി കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് കാണുമോ എന്നുള്ള ആ ഒരു ആകാംക്ഷയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൃഷ് കൺമണിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അന്ന് അവിടെ നടന്നതെന്നുള്ള കാര്യം ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ, എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്തുകൊണ്ട് എന്നോട് മറച്ചു വെച്ചു? നീ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കൺമണിയാണെങ്കിൽ ആകെ വിഷമിച്ച് ചോദിക്കുന്നു, സാറിന് എന്നെ വിശ്വാസമില്ലേ? സാറിൻ്റെ മുഖത്ത് നോക്കി പറ എന്ന് പറയുമ്പം മുഖത്ത് നോക്കി കൃഷ് ആണെങ്കിൽ ആ ഇഷ്ടം പറയുന്നുണ്ട്. അത് കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുന്ന കൺമണിയും കാണിച്ചുകൊണ്ടാണ് എന്തായാലും പ്രൊമോ അവസാനിക്കുന്നത്. അങ്ങനെ കൺമണിയും കൃഷിനെയൊന്നും പിരിക്കാൻ ആർക്കും ഒരു മാനസയും വരുണും വിചാരിച്ചാൽ പറ്റില്ല. എന്തായാലും മാനസ വിരിച്ച ആ ഒരു കെണിയും വീണ്ടും തകരുന്നു. അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.